ഈ കോതമംഗലം ഭൂത്താൻകെട്ടില് തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ കാട് കയറിയ ഈ നാട്ടാനയെ കണ്ടെത്തി. പുതുപ്പള്ളി സാധു എന്ന ആനയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നല്ലോ സിനിമ ഷൂട്ടിങ്ങിനിടെ കക്ഷി പുതുപ്പള്ളി സാധു എന്ന ഈ ആന കാട് കയറിയത്. രണ്ടാനകൾ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ എന്നാൽ രണ്ടാനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യപ്പെടുത്തി. അങ്ങനെയാണ് പുതുപ്പള്ളി സാധു കാടിനുള്ളിലേക്ക് പോയത്. ഭയന്നിട്ടാവണം, പരിഭ്രാന്തനായിട്ടാവണം ഉള്ളിലേക്ക് പോയത്. ഏതായാലും തിരികെ ലഭിച്ചിരിക്കുന്നു. കാടിന് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് പ്രേക്ഷകരെ. മാതൃഭൂമി ന്യൂസിൽ ആദ്യം കിട്ടിയ ദൃശ്യങ്ങളാണ് ഇത്. ചില പ്രേക്ഷകരൊക്കെ ചോദിച്ചിരുന്നു, ആനയെ കാണിക്കാത്തത് എന്താ, അവിടെ നിന്ന് സാധുവിൻ്റെ ഒരു ലൈവ് അങ്ങ് വെച്ചൂടെ എന്നൊക്കെ വെല്ലുവിളിച്ചവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകരെ, പുതുപ്പള്ളി സാധുവിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ മാത്രം. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഈ പുറത്തേക്ക് കൊണ്ടുവന്നോ? ആഹാരവും വെള്ളവും ഒക്കെ കുടിക്കാൻ തയ്യാറായോ? എന്താണ്, ആള് പരിഭ്രാന്തനായിരുന്നു? വിശദാംശങ്ങൾ പറയൂ ബിനിൽ. മോത്തി, ഇപ്പോഴും പുതുപ്പള്ളി സാധു കാട്ടിനുള്ളിൽ തന്നെയാണുള്ളത്. കാട്ടിൽ ആനയെ കണ്ടെത്തി. ഇപ്പോൾ പാപ്പാന്മാർ അടുത്തെത്തി ആനയുടെ മുകളിൽ പാപ്പാൻ കയറുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആനയെ ചങ്ങല ഇട്ട് അവിടെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4:30 ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കയറിയത്. അത് ഓടിക്കയറാനുണ്ടായ ഒരു കാരണം, കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാന പുതുപ്പള്ളി സാധുവിനെ കുത്തുകയായിരുന്നു. തുടർന്നാണ് ആന പരിഭ്രാന്തനായി കാട്ടിലേക്ക് ഓടിക്കയറിയത്. ഇന്നലെ രാത്രി മുഴുവൻ തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിനുള്ളിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ആനയെ കണ്ടെത്താൻ വേണ്ടി വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെയാണ് നടന്നു വന്നത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ആനയെ കണ്ടെത്തി, പാപ്പാന്മാർ തൊട്ടടുത്തെത്തി. ആന പാപ്പാനെ അനുസരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്. അതുകൊണ്ട് തന്നെ ആനയെ വേഗത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് പുതുപ്പള്ളി സാധുവിനെ വേഗത്തിൽ കാട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തി പാപ്പാന്മാർക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ്. അല്ലാത്ത പക്ഷം അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുമായിരുന്നു. കാരണം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനകളുള്ള ഒരു മേഖലയാണ്. കാട്ടാനക്കൂട്ടത്തിനടുത്തേക്ക് ഈ നാട്ടാന എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കാട്ടകൾ ആക്രമിക്കാനുള്ള അടക്കമുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ആന കാട്ടിലേക്ക് കയറിപ്പോയ സ്ഥലത്താണെങ്കിൽ പോലും രാത്രികാലങ്ങളിൽ തെരച്ചിലൊന്നും സാധ്യമല്ലാത്തൊരു സ്ഥലമാണ്. കാരണം നിരവധി കാട്ടാനക്കൂട്ടങ്ങൾ മേഖലയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒരു 6:30 മണിയോടുകൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ RRT അടക്കം 50 അംഗ സംഘം വനകരടക്കം കാട്ടിനുള്ളിലേക്ക് കയറി നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. സാധു ഓടിപ്പോയ ഭാഗത്ത് കാൽപ്പാടുകളടക്കം നോക്കിയിരുന്നതെന്ന് മലയാറ്റൂർ DFO നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ആ നീക്കമാണ് വിജയിച്ചത്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളും എത്തിച്ച ഒരു ശാസ്ത്രീയമായ രീതിയിൽ കൂടി ആനയെ കണ്ടെത്താനുള്ള നീക്കങ്ങളും അവിടെ നടത്തിയിരുന്നു. ഇവിടെ സംഭവിച്ചത്, ഈ സിനിമാ ചിത്രീകരണത്തിനായി ആനയെ കൊണ്ടുവന്നപ്പോൾ കാട്ടാനയായിട്ടാണ് ഈ പുതുപ്പള്ളി സാധു അടക്കമുള്ള ആനകളെ അഭിനയിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ചങ്ങലകളൊക്കെ പൂർണ്ണമായും അഴിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആന നിയന്ത്രണത്തിൽ വന്നില്ല. നേരെ കാട്ടിലേക്ക് ഓടിക്കേറി പരിഭ്രാന്തനായി ഓടിപ്പോവുകയാണ് ആന ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കയിൽ തന്നെയായിരുന്നു ഈ ആന ഉടമകൾ അടക്കമുള്ളവർ. പാപ്പാന്മാർ അടുത്തെത്തിയാൽ ആന വിളിച്ചാൽ വരുമെന്നൊക്കെ ഇന്നലെ ആനയുടമ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ആനയെ കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സാധുവായി തന്നെ പുതുപ്പള്ളി സാധു കാട്ടിൽ നിൽക്കുകയാണ്. ഇനി അതാണ് പിന്നെ പ്രേക്ഷകരും പറയുന്നത്, പുതുപ്പള്ളി സാധു ഒരു സാധുവാണ് എന്ന് തോന്നുന്നു. അങ്ങനെ വിളിച്ചപ്പോ തന്നെ ആള് ഹാജരായി എന്ന് തോന്നുന്നു. കണ്ടെത്താനായിരുന്നല്ലോ നമ്മൾ പാടുപെട്ടത്. സാധു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പരിഭ്രാന്തനായതിനെ തുടർന്ന് പതുങ്ങി എവിടെയോ നിൽക്കുക മാത്രമായിരുന്നു. ഭയന്നിട്ടാവണം. ഏതായാലും കിട്ടിയ ശേഷം കാലിൽ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധുവായി തന്നെ നിൽക്കുന്നുണ്ട് പിന്നിൽ ദൃശ്യങ്ങളിൽ.